എന്താണ് ഫാത്തിഹ? ഖുർആനിൻ്റെ ഓപ്പണിംഗ്, തുടക്കമാണ് ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പം ഒരു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സ്തുതി സർവവും. ഹംദ് മുഴുവനും ഈ സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹ്ക്കാണ്. അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തട്ടി പറയാൻ നമുക്ക് എന്താ ഒരു വിഷമമുള്ളത്? എന്താ വിഷമമുള്ളത്? നമ്മളെ ജീവിതത്തിൽ മുഴുവൻ നമ്മളെ ജീവിതങ്ങൾ ബാക്കൊക്കെ എടുത്തു നോക്കി നമ്മൾ ആരായിരുന്നു, നമ്മളെ അവസ്ഥ എന്തായിരുന്നു അല്ലേ? നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഒരു കാറിലാണ്. ഒരു സൈക്കിള് ഓടിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചൊരു കാലം ഉണ്ടായിരുന്നു. 50 പൈസക്കൊക്കെ അന്ന് പണ്ട് സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് പഠിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് സ്വന്തമായിട്ട് സൈക്കിളില്ലായിരുന്നു. ഇനി നമ്മൾ കാറായിട്ട് അങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ 2 വീലറായിട്ട് അങ്ങോട്ട് വന്നത്. നമ്മൾ തിരിച്ചു പോകണു. നമ്മളെ അവസ്ഥ മെച്ചപ്പെട്ടു. നമ്മൾ വാങ്ങിയ സാലറി, നമ്മളെ ജീവിതത്തിലെ സൗകര്യങ്ങൾ, നമ്മളെ വീട്, മണ്ണ് തേച്ച വീടായിരുന്നു നമ്മളത് അല്ലേ? ഇന്ന് നമ്മൾ ടൈൽസ്, ഇറ്റാലിയൻ മാർബിളിലാണ്, ശീതീകരിച്ച മുറിയുണ്ട് അല്ലേ? ഒരു റൂമെങ്കിലും നമുക്ക് AC ഉണ്ട് ചൂട് കാലത്ത് കിടക്കാൻ. നമ്മളെ പള്ളി പോലും നടുത്തളം ഇന്ന് AC ആണ്. നമ്മളെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ട്. നമ്മൾ വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും, നമ്മളെ ജീവിതം എളുപ്പമാക്കാൻ ഉതകുന്ന ഒട്ടേറെ സൗകര്യങ്ങൾ നമുക്കുണ്ട്. നമ്മളെ ഫോണ് അല്ലേ, നമുക്ക് ആദ്യം 2G ആയിരുന്നു, പിന്നെ 3G ആയി, ഇപ്പം നമ്മൾ 5G ആണ്. നമ്മളെ വീഡിയോ ഒക്കെ അങ്ങനെ പണ്ട് വട്ടട്ടൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ, പ്ലേ ചെയ്യാതെ. ഇപ്പോൾ തൊട്ടാ ഡ്രൂന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് ആകും. സ്പീഡ് കൂടി, നെറ്റിൻ്റെ സൗകര്യങ്ങൾ കൂടി അല്ലേ? ബസ് നമ്മളെന്താ നോക്കുക? സൂപ്പർ ഫാസ്റ്റ് നോക്കും. നമ്മൾ ടൗൺ ടു ടൗൺ നോക്കും. നമ്മൾ ദേശീയപാത വരെ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് വേഗത്താനുള്ള പണി അല്ലേ? നമ്മളെ പുതിയ ട്രെയിൻ ഇവിടെ നിന്നാണ് വിട്ടാൽ രാജധാനി, അവിടെ തിരുവനന്തപുരത്ത് വേഗത്തും. നമ്മൾ വേഗം 4 മണിക്കൂർ എടുത്തുവെന്നാണ് നോക്കണത്. ഒക്കെ നമുക്ക് എല്ലാം നമ്മൾ എളുപ്പം ലാഭം നോക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്രയും അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയില്ലേ? നമ്മളെ പറയല്ലേ, ഒരു നല്ലൊരു മോരാച്ചിയും ഒരു വെറുംചോറും ഒരു ഇറച്ചി പുരട്ടിയതും ആഗ്രഹിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് മാറി. ഇപ്പോൾ 2-3 കല്യാണത്തിന് നമ്മളെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവച്ച കബ്സ, മന്തി, ബിരിയാണി, ഏതാ തിന്നണ്ടി എന്നുള്ള കൺഫ്യൂഷനാണ് അല്ലേ? എല്ലാം കുറച്ച് നോക്കി പിന്നെ ഇഷ്ടമുള്ളത് തോനെ തിന്നു. അത്ര നമുക്ക് വിഭവങ്ങളുടെ ആധിക്യമാണെന്ന്. എന്നിട്ട് സഹോദരങ്ങളെ, ഉള്ളിൻ്റെ ഉള്ളിന്ന് ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ ആ അള്ളാഹുവിന് ഒരു സ്തുതി. ഇന്ന് രാവിലെ നേരം വെളുത്തിട്ട് ഒരു കാഷ്വാലിറ്റിൻ്റെ മുമ്പിൽ നമ്മളൊന്നൊരു 5 മിനിറ്റ് പോയി നിന്നാൽ മതി. എന്തെല്ലാം രോഗികൾ അവിടെ വരുന്നത്. മൂത്രം പോകാത്ത ആൾക്കാർ, മലം പോകാത്ത ആളുകൾ, മൂത്രത്തിന് ട്യൂബിട്ട് ബ്ലോക്കായ ആളുകൾ, ഭക്ഷണം കഴിക്കാൻ പറ്റാതെ മൂക്കിൽ ട്യൂബിടാൻ വേണ്ടി വരുന്ന ആളുകൾ, ക്യാൻസറായിട്ട് ഒന്നും കഴിക്കാൻ പറ്റാത്ത ആളുകൾ, ഗ്ലൂക്കോസ് കയറ്റാൻ കൊണ്ടുവരണം, രക്തത്തിൻ്റെ അളവ് കുറഞ്ഞ് ബ്ലഡ് ക്യാൻസർ ബാധിച്ച് രക്തമില്ലാത്ത ആളുകൾ രക്തം കയറ്റാൻ കൊണ്ടുവരുന്നു. സഹോദരങ്ങളെ, ഓരോ തരത്തിലുള്ള ആളുകളെ, രോഗികളെ അവിടെ കൊണ്ടുവരികയാണ്. നമുക്കൊരു പ്രയാസമില്ലാതെ നമ്മൾ രാവിലെ ബെഡിൽ നിന്ന് എണീറ്റ് വന്നു. ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല. നമ്മളെല്ലാ വ്യവസ്ഥിതികളും, നമ്മളെല്ലാ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നല്ല 100% ഫിറ്റായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വെറുതെ നൽകിയ, ഇതെല്ലാം ഔദാര്യമായി നമുക്ക് നൽകിയ നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാൻ എന്ത് വിഷമമുള്ളത്? അത് ഏതായാലും നമ്മൾ പറയുന്നുണ്ട് അല്ലേ? ഏതായാലും നമ്മളൊരു ദിവസം 17 വട്ടം പറയണം, എന്നാലേ നമ്മൾ മുസ്ലിം ആവുള്ളൂ. അത് പറയുമ്പോൾ ഒന്ന് ഉള്ളു തട്ടി പറഞ്ഞൂടെ? ഏതായാലും പറയുന്നുണ്ട്. അത് പടച്ചോൻ്റെ മുമ്പിൽ കയ്യും കെട്ടിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഉള്ളിൻ്റെ ഉള്ളിന്ന് നമ്മൾ പറഞ്ഞാൽ അർശിൻ്റെ മുകളിൽ നിന്ന് അള്ളാഹു പറയും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തി സ്തുതിച്ചു എന്ന് പറയും. അത് കേൾക്കാൻ, അങ്ങനെ എൻ്റെ റബ്ബ് അർശിൻ്റെ മുകളിൽ നിന്ന് പറയുന്നുണ്ട് എന്ന് നമ്മൾ അറിയാൻ, അങ്ങനെ അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം വരണ്ടേ? നമ്മളെ മനസ്സിക്കൊരു സന്തോഷം, ഒരു കുളിർമ അത് വരണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ പടച്ചോനെ അത്രയും സ്നേഹിക്കണം. പടച്ചോനെ നമ്മൾ അത്രയും ജീവിതത്തിൽ അടുത്തായിട്ട് കാണണം. എന്ത് വിഷമമുണ്ടെങ്കിലും, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമ്മൾ പടച്ചോനോട് പറയാം. നിസ്കാരത്തിൽ നമ്മൾ പടച്ചോനോടാണ് സംസാരിക്കുന്നത്. ഒരു ദിവസം നോക്കി ഒരു 17 പ്രാവശ്യം അള്ളാഹുവുമായിട്ട് നിർബന്ധമായിട്ടാണ് ഈ സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുമ്പം അർശിൻ്റെ മുകളിൽ നിന്ന് അള്ളാഹു പറയും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു എന്ന്. അർ റഹ്മാനിർ റഹീം, എൻ്റെ റബ്ബ് റഹ്മാനും റഹീമുമാണ് എന്ന് ഉള്ളിൽ തട്ടി നമ്മൾ പറയുമ്പം അള്ളാഹു അർശിൻ്റെ മുകളിൽ നിന്ന് പറയും, അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയെന്ന്. എൻ്റെ അടിമ എന്നെ നോക്കി. അള്ളാഹു എത്ര കാരുണ്യവാനാണ്. നമ്മളെ പെരയിൽ ഒരാളെ പണിക്ക് വിളിച്ചിട്ട്, ഞാനത് പിന്നെയും പറയാൻ കാരണം, നമ്മൾ ആലോചിച്ചാൽ മതി. ഒരാളെ നമ്മൾ പണിക്ക് വിളിച്ചു കണ്ട് അയാളൊരു മര്യാദയ്ക്ക് പണിയെടുക്കില്ലെങ്കിൽ, ഇപ്പോൾ ഒരാളെ ഒരു പുല്ല് ചെത്തിക്കയറാൻ വേണ്ടി വിളിച്ചു, ഒരു കുറച്ച് ഉള്ളൂ, എന്താ വെച്ചാൽ ഒരു 2 ദിവസത്തെ പണി, ഒരു 2 ദിവസത്തെ പണിക്കുള്ള സാധനം ഉള്ളു വിചാരിച്ചുള്ളൂ. നമുക്കിപ്പോൾ ബെയ്ജായിട്ടാണ്, അല്ലെങ്കിൽ നമ്മളെന്നെ കൈക്കോട്ടെടുത്ത് ഇറങ്ങുകയെ. അത് കണ്ട് ഒരാളെ പണിക്ക് വിളിച്ചിട്ട് നമ്മളിങ്ങനെ ഉച്ചക്ക് വന്ന് നോക്കുമ്പം ഓൻ അതിൻ്റെ ഒരു മൂല അങ്ങനെ കുത്തിരിക്കണം അവിടെ. ഓൻ്റെ ഇത് ഇരുത്തം കണ്ടാൽ തോന്നുന്നു ഇതൊരാഴ്ചക്കുള്ള പണിയുണ്ട്. ഓനോട് ചോദിച്ചു, ഇതൊരാഴ്ച എടുക്കും. ഓൻ്റെ രാവിലത്തെ 10 മണിക്കത്തെ ചായയോടെയും ഉച്ചക്കത്തെ ചോറയും ഓൻ്റെ കടത്തും ഓൻ്റെ ഫോൺ കളിയൊക്കെ കഴിഞ്ഞ് ഇതൊരാഴ്ചക്ക് ഉണ്ടാവും ഈ ചത്താൻ. ഒരു ദിവസം നമ്മൾ പൈസ കൊടുക്കും, 2ാമത്തെ ദിവസം കൊണ്ട് രാവിലെ പറയും, ഞായറാഴ്ച ഞാൻ കൊത്തി കൊണ്ടിച്ച് പോയി കുറയും. അതാണ് നമ്മളെ കാരുണ്യം എന്ന് പറഞ്ഞാൽ.
പടച്ചോന്റെ കാര്യം നോക്കി, എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് ജിന്നുകളെയും മനുഷ്യനെയും അള്ളാഹു സൃഷ്ടിച്ചത്. എന്നിട്ട് നമ്മളെ ആരാധനൻ്റെ അവസ്ഥ എന്താ? നമ്മളെ ആരാധനൻ്റെ അവസ്ഥ എന്താ? നമ്മളെ നിസ്കാരത്തിൽ പടച്ചോനെ നമ്മൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ആരാധന കൊണ്ട് പടച്ചോനുമായിട്ട് നല്ലൊരു ബന്ധം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? പടച്ചോനുമായിട്ടുള്ള ബന്ധം കൊണ്ട് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? എത്ര ആളുകളാണ് ലോൺ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ഒരു വിശ്വാസികൾക്ക് ഒരു മടിയില്ല. മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവമാണ് പലിശ. പലിശൻ്റെ ഗൗരവം പറഞ്ഞിടത്ത് നിങ്ങൾ ആലോചിക്കണം. മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ് പലിശ. പക്ഷേ എല്ലാവരും ലോൺ എടുക്കുകയാണ്. എന്തിനും അനങ്ങിയ ലോണാണ്. ബജാജ് സീറോ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, എന്ത് സീറോ ഇൻട്രസ്റ്റിന് പേരുള്ളൂ. എന്നിട്ട് പച്ച പലിശക്ക് പൈസ എടുക്കുക, കടം വാങ്ങുക, വായ്പ വാങ്ങുക, ഫോൺ വാങ്ങാൻ. എന്തിനാണ് ആലോചിക്ക്? ഫോൺ വാങ്ങാനൊക്കെയാണ് ആളുകൾ പലിശക്ക് പൈസ എടുക്കുന്നത്. പലിശയുമായി ഒരു ബന്ധം ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അവിടെ നിലപാടുകൾ എടുക്കാൻ നമുക്ക് സാധിക്കണം. ആ നിലപാടെടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ അല്ലാഹുവുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് പടച്ചോൻ ആലോചിച്ചിട്ട് എൻ്റെ റബ്ബിനെ പറ്റി എന്ത് വിചാരിക്കും, എൻ്റെ റബ്ബ് എന്നെപ്പറ്റി എന്ത് വിചാരിക്കും ഞാൻ ഇപ്പോൾ പലിശ എടുത്താൽ, അങ്ങനെ ആലോചിക്കാൻ മാത്രമുള്ളൊരു ബന്ധത്തിലേക്ക്, അള്ളാഹുമായിട്ടൊരു അടുപ്പത്തിലേക്ക് ഒരു വിശ്വാസിക്ക് വളരാൻ സാധിക്കണം. അള്ളാഹു അത്രയും കാരുണ്യവാനാണ്. അർ-റഹ്മാൻ റഹീം, മാലിക് യൗമിദ്ദീൻ, പ്രതിഫലത്തിൻ്റെ ദിവസം. യൗമുദ്ദീൻ എന്നൊരു ദിവസമുണ്ട്. ദിവസമുണ്ട്. അന്ന് അള്ളാഹുവിൻ്റെ അധികാരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ബാബരി പള്ളി പൊളിച്ചു. നേരത്തെ പറഞ്ഞില്ലേ എത്ര വലിയ നീതികൂടം. ഇവിടെ എന്താണ് നീതിപീഠം വരെ എന്ത് ചെയ്തു? നീതിപീഠം വരെ പക്ഷപാതം കാണിച്ചു. എന്നാൽ അള്ളാഹുവിൻ്റെ ഒരു കോടതി വരാണ്ട്. അവിടെ നീതി പുലരും, അവിടെ സത്യം പുലരും. ആ കോടതിയിൽ അള്ളാഹുവിന് മാത്രമായിരിക്കും അധികാരം. അവിടെ ഒരു സുപ്രീം കോടതി ജഡ്ജി ഉണ്ടാവില്ല, അവിടെ ഒരു പാർലമെൻറ്റ് ഉണ്ടാവില്ല, അവിടെ ഒരു രക്ഷാസമിതി ഉണ്ടാവില്ല, UN അസംബ്ലി ഉണ്ടാവില്ല. അവിടെ അള്ളാഹുവിൻ്റെ ഏകാധിരാജനായ അള്ളാഹുവിൻ്റെ അധികാരം മാത്രം വാഴുന്ന ഒരു വിചാരണ വരാണ്ട്. ആ വിചാരണയിലാണ് നമുക്ക് പ്രതീക്ഷ ഉള്ളത്. അതാണ് മാലിക് യൗമിദ്ദീൻ. ഒരു ദിവസം 17 പ്രാവശ്യമാണ് അള്ളാഹുവിനെ ആ വിചാരണ ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ആ ഒരു ദിവസത്തിങ്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അള്ളാഹു അർശിൻ്റെ മുകളിൽ നിന്ന് പറയും, മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയെന്ന്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. വല്ലാത്തൊരായത്താണത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ലോകത്ത് ഇറക്കപ്പെട്ട മുഴുവൻ വേദഗ്രന്ഥങ്ങളിലുമുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കമാണ് എന്ത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിൽ പറഞ്ഞതാണ്. ഇത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്തുണ്ടല്ലോ, ലോകത്ത് അള്ളാഹു മുഴുവൻ പ്രവാചകന്മാർക്കും ഇറക്കിയ വേദഗ്രന്ഥങ്ങളുടെ സംക്ഷിപ്തമാണ് ഖുർആനിൽ അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. ആ ഖുർആനിലെ മുഴുവൻ വചനങ്ങളുടെയും സംക്ഷിപ്തമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലുള്ളത്. അതൊരു ദിവസം 17 പ്രാവശ്യം അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ പറയാണ്. എന്താണത്? അപ്പോൾ അള്ളാഹ് അർശിൻ്റെ മുകളിൽ നിന്ന് എന്താ പറയാറോ? ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കോൺട്രാക്റ്റാണ്, കരാറാണെന്നാണ് പറയാം. എന്താണ് ആ കോൺട്രാക്റ്റ്? ഞാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു, ഞാൻ അള്ളാഹുവിനോട് മാത്രം സഹായം തേടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഖൈർ കണ്ടുവരാൻ, നമ്മളെ ബാധിച്ച ഷർറിൽ നിന്ന് രക്ഷ നേടാൻ അത് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സാധ്യമല്ല എന്ന് നമ്മൾ അള്ളാഹിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ നേർച്ച നേരാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ദുആ അള്ളാഹുവിനോടല്ലാതെ പാടില്ല. അള്ളാഹ്ക്ക് മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ, അള്ളാഹുവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക എന്നത് അതാണ് ഷിർക്ക്. അതൊരിക്കലും സംഭവിച്ചുകൂടാ. അതല്ലാത്തതെല്ലാം അള്ളാഹു പുറത്തു തരും. ഷിർക്ക് ചെയ്താൽ അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു ഒരിക്കലും പുറത്തു തരികയില്ല എന്ന് മാത്രമല്ല, അവൻ കാലാകാലം നരകത്തിൽ കഴിയേണ്ടി വരും. അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പം പടച്ചോൻ അർശിൻ്റെ മുകളിൽ നിന്ന് പറയും, ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ്. അപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ചൊല്ലിയിട്ട് എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മളൊരു പുതിയ വണ്ടി എടുക്കുമ്പം അത് പുത്തമ്പള്ളി കൊണ്ട് ഈ ജാറത്തുങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു പച്ച പുതപ്പിട്ട് ആ വണ്ടി മൂടുകയാണ്. എന്തിന്? ആക്സിഡൻ്റ് ആകാതെക്കാൻ. പുതിയ വണ്ടി വാങ്ങിയിട്ട് ജാറത്തുങ്ങൾ കൊണ്ടുപോയി മൂടിച്ച എന്താത്രേ? ആ വണ്ടി ഞാൻ ആക്സിഡൻ്റ് ആകാതെക്കാൻ. സഹോദരങ്ങളെ, ആക്സിഡൻറ്റ് തീരുമാനിക്കുന്നത് ജാറത്തിലെ തങ്ങളല്ല. ജാറത്തിൽ മറമാടിയ ഒരാൾക്ക് ആക്സിഡൻറ്റ് തീരുമാനിക്കാനോ ആക്സിഡൻറ്റ് ഒഴിവാക്കി തരാനുള്ള കഴിവ് ഇല്ല. അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് പ്രാർത്ഥിക്കേണ്ടത് പടച്ചോനോടാണ്. ആ വണ്ടി കയറുമ്പം, റബ്ബേ ഈ വണ്ടി ആക്സിഡൻ്റ് ആകുന്ന ഈ ഞങ്ങളെ കാക്കണേ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിനോടാണ് തേടേണ്ടത്. അത് അള്ളാഹ് ഒരു സൃഷ്ടിക്കും ആ കഴിവ് കൊടുത്തിട്ടില്ല. ഈ കൊടുത്ത കഴിവെന്നാണ് ചോദിക്കണമെന്ന് പറയണ്ട. അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടില്ല.
അതിനാണ് പ്രവാചകന്മാർ വന്നത്. ആ കഴിവ് അള്ളാഹ്ക്കുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയാനാണ് അമ്പിയാക്കന്മാർ, പ്രവാചകന്മാർ വന്നത്, വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് ആ ശിർക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ, അള്ളാഹിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ നേർച്ച നേടാൻ പാടുള്ളൂ. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. വല്ലാത്തൊരു വാക്കാണത്. ആ ഒരു വാക്ക് മാത്രം മതി ഫാത്തിഹ അങ്ങോട്ട് നിറയാൻ. ഫാത്തിഹ മനസ്സിൽ ഒരു രോമാഞ്ചം ഉണ്ടാക്കാണ്ടല്ലോ, ആ ഒരൊറ്റ വാക്ക് മതി. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. വല്ലാത്തൊരു അർത്ഥമുള്ള വാക്കാണ്. ഈ സിറാത്തൽ മുസ്തഖീമിലേക്ക് ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ എന്ന് ആത്മാർത്ഥമായി മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുമ്പം 3 കാര്യങ്ങളാണ് നമ്മൾ അവിടെ അള്ളാഹിനോട് ചോദിക്കുന്നത്. ഒന്ന് ഹിദായത്ത് തന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന യഥാർത്ഥ ആദർശത്തിലേക്കുള്ള ഹിദായത്ത്. രണ്ടാമത്തത് അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു തൗഫീക്ക്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും കാര്യമല്ല, ഇതനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഇപ്പോൾ ബാങ്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, നിസ്കരിക്കണം, ജമാഅത്തിന് പോകണം എന്ന അറിവുണ്ട്, പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ പോകണമെങ്കിൽ ഒരു തടസ്സം അവിടെ ഉണ്ടാകാൻ പാടില്ല, അല്ലേ? നമ്മളൊന്ന് കാല് വെച്ചുത്തി മുകാൻ പാടില്ല, നമ്മളെ വണ്ടി എവിടെയെങ്കിലും തട്ടാൻ പാടില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങണ നേരത്ത് എമർജൻസി ആയിട്ട് വീട്ടിൽ തന്നെ തിരിച്ചു പോകാനുള്ള എന്തെങ്കിലും ഒരു അപകടം വീട്ടിൽ സംഭവിക്കാൻ പാടില്ല. ഇതൊക്കെ സംഭവിക്കാതിരുന്നാലേ നമുക്ക് പള്ളിയൊക്കെ എത്താൻ പറ്റുള്ളൂ. നമ്മൾ ഇറങ്ങിയിട്ട് കാര്യമല്ല, ഇറങ്ങിയാലും അവിടെ എത്തണമെങ്കിൽ ഒരു തൗഫീക്ക് തന്നെ വേണം. വണ്ടി കേടന്നു, വണ്ടി ആക്സിഡൻ്റായി, കാല് വെച്ചുത്തി മടക്കി ചവിട്ടി വീണു, എല്ല് പൊട്ടി, നീച്ചാൻ വെച്ചാ, ജമാഅത്ത് പോയി. പക്ഷെ ജമാഅത്ത് പോകാതെക്കണമെങ്കിൽ പടച്ചോൻ്റെ തൗഫീക്കുണ്ട്. ആ തൗഫീക്കാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിൽ ചോദിക്കണത്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? ഇങ്ങനെയൊക്കെ ജീവിച്ചു, അവസാനം തലേ കുത്തനായി കണ്ട് ഇതിനൊക്കെ തെറ്റിപ്പോയി. മൂപ്പര് കുറേ കാലമൊക്കെ നന്നായി, ഇപ്പോൾ പുറത്ത് മുട്ട് കിടക്കണം. അറിയും എത്ര ആളുകൾ പോയി. കഴിഞ്ഞ ദുബായി പോയ സന്ദർഭത്തിൽ എന്നെ വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്ത് വോയിസ് അയച്ചു തരണം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മുടിയൊക്കെ വളർത്തി പെണ്ണുങ്ങളൊപ്പം നടക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മളോട് വിളിച്ച് ഖുർആനും ഹദീസൊക്കെ ഇംഗ്ലീഷിലാക്കിയിട്ട് നമുക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞ ഒരാൾ, അല്ലെ അങ്ങനത്തെ ക്ലാസ്സൊക്കെ എടുക്കാൻ ക്ലിപ്പ് അയച്ചു തരണമെന്ന് കോർഡിനേറ്റ് ചെയ്യുന്നൊരു മനുഷ്യൻ, ഞാൻ കൂടുതൽ വ്യക്തമായി പറയില്ല, അയാൾ മുടിയൊക്കെ വളർത്തിയിട്ട് ട്രൗസറൊക്കെ ഇട്ട് പാട്ടും കേട്ട് നടക്കുക. അപ്പം എന്താ വെച്ചാൽ ഇത് വല്ലാത്തൊരു ദുരന്തമാണ്, ഇത് വല്ലാത്തൊരു ദുരന്തം. ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്ന ദുആണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്തണേന്ന്. അപ്പോൾ അതുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോഴേ അതിൽ ഒരു മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? ഈ തൗഫീക്ക് മരണം വരെ നിലനിർത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഈമാനോടെ അങ്ങോട്ട് മരിപ്പിച്ച് തരണേന്നും കൂടി അതിലുണ്ട്. ഒരു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിലാണ് ഈ 3 കാര്യമുള്ളത്. അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ദിവസത്തെ ഏതെങ്കിലും ഒരൊറ്റ ഫാത്തിഹയിൽ പോലും അത് ഉള്ളിൽ നിന്ന് വന്ന മുതലായില്ല ചങ്ങായിമാരെ നിസ്കാരം. അതും കൂടി വരുന്നില്ല. ആൾക്കാർ തെക്കുബീറിട്ടി സലാം വീട്ടി പോവുകയാണ്. എന്താ പറയണേ? കുറേ ഫോണൊക്കെ നോക്കും, അങ്ങോട്ട് കയറി വരുന്നു, നിസ്കരിച്ചു പോണു, അള്ളാഹനെ ഓർക്കണില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അള്ളാഹാനായിട്ടുള്ള സംസാരമാണ്. അതെങ്കിലും ഒന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് മനസ്സ് തട്ടി ഉള്ളിൽ തട്ടി ഒരു ഫാത്തിഹെങ്കിലും ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റം ഉണ്ടാവും. ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹമുള്ളവരായി, നല്ല ബന്ധമുള്ളവരായി മാറും. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും കുലുങ്ങൂല. കാരണം ഇത് ജീവിതമാണ്, ഇത് പരീക്ഷണമാണ്. ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്കാണ് പോണ്, അവിടെ എനിക്കെൻ്റെ റബ്ബ് തരുന്നതാണ്. എല്ലാ കാര്യത്തിനും പടച്ചവനോട് പ്രാർത്ഥിക്കുക നിരന്തരം, ചെറുതും വലുതിനൊക്കെ. കാരണം എന്താ അറിയോ? ഒരു വിശ്വാസി നാളെ മരിച്ചു ചെന്നിട്ട് ഓൻ്റെ കർമ്മങ്ങളുടെ രേഖ അങ്ങോട്ട് കയ്യിൽ കിട്ടുമ്പം ആ രേഖയിൽ ഓൻ ചെയ്യാത്ത കുറേ പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ റബ്ബിനോട് ചോദിക്കും, പടച്ചോൻ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഒടുന്നാണ്? അപ്പോൾ പടച്ചോൻ പറയുന്നതാണ്, ഇതൊക്കെ ദുനിയാവിൽ ഈ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടാത്ത കാര്യങ്ങൾക്ക് ദുആക്കുള്ള പ്രതിഫലം തന്നതാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ പടച്ചവനോട് ചോദിച്ചു, എൻ്റെ കുട്ടി പാസ്സാകണം, എൻ്റെ കുട്ടി പാസ്സായില്ല, 10 വട്ടം പരീക്ഷ ചെയ്തിട്ടും പാസ്സായില്ല. പക്ഷേ അതിനൊക്കെ അവിടെ തരും. ആ ദുആയൊക്കെ പ്രാർത്ഥനയാണ്, ഇബാദത്താണ്, അതൊക്കെ കൂലിയുള്ളതാണ്. അതിൻ്റെ കൂലി ഇങ്ങനെ നാളെ മരിച്ചെന്നിട്ട് കാണുമ്പം ഒരു വിശ്വാസി അത്ഭുതം കൊണ്ട് പറയുന്നതാണ്, എൻ്റെ പടച്ചോനെ എൻ്റെ ദുനിയാവിലെ ഒരു പ്രാർത്ഥന സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു, അതിനൊക്കെ ഇവിടെ കിട്ടിയെന്നല്ലോ. അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും നഷ്ടമല്ല. ചെറുതിനും വലുതിനും ഒക്കെ ദ്വാരന്നോളി. അതും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ദ്വാരന്നോളി. അതിനൊക്കെ ഇവിടുന്ന് തന്നെ കിട്ടും. ഇവിടുന്ന് ഇപ്പം കിട്ടിയില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാലെങ്കിലും കിട്ടും. ഇനി കുറച്ച് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ അത് ഏറ്റവും വലിയ ഖൈറാണ്. വലിയ കിട്ടൽ അവിടെ കിട്ടും.
അതുകൊണ്ട് ഒന്നും ഒരു നഷ്ടമല്ല. ആ ഇഹ്ദിന അപ്പോൾ ഒരു ഫാത്തിഹ ഓതുമ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ തട്ടി, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ആ ശരിയായ ഹിദായത്ത് തരണേ, ജീവിക്കാനുള്ളൊരു തൗഫീക്ക് തരണേ, മരണം വരെ ഈമാൻ ഇഖ്ലാസൊക്കെ നിലനിർത്തി മരിപ്പിക്കണേ എന്ന് ഒരു ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഇമാം ചെല്ലുമ്പം മനസ്സിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, പ്രവാചകന്മാർ, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ സഞ്ചരിച്ച മാർഗ്ഗമാണിത്. ഇത് ഞാൻ മാത്രം പോയൊരു മാർഗ്ഗമല്ല, ഇത് കടന്നാ കുടുങ്ങിയല്ല. ചില ആൾക്കാരെ വിചാരം തരോ ഈ ദീനിൽ നിന്ന് പറഞ്ഞാൽ ഒരു കടന്നാ കുടുങ്ങിയാണ്. ഇവിടെ ഇങ്ങനെ പോയി താടിയും വെച്ച് നല്ലൊരു പാൻറ്റും കുപ്പായും ഇടാൻ പറ്റാതെ ഒന്നും പറ്റാത്ത കുറേ ആൾക്കാർ എന്നാണ് വിചാരം. ഒരിക്കലുമില്ല സഹോദരങ്ങളെ, ജീവിതം ഏറ്റവും നന്നായി ആസ്വദിക്കുന്നവരാണ് വിശ്വാസികൾ. കാരണം ഒരു വിഷമമില്ല. നിങ്ങൾ അനച്ച് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഒരു 2 ആൺകുട്ടികൾ 25ഉം 23ഉം വയസ്സായ ബൈക്കുമ്പോൾ പോയ ഏട്ടനും അഞ്ചനും ആക്സിഡൻ്റായി മരിച്ചിട്ട് ഒരു വെള്ളത്തുണി ഇട്ടുകാണ്ട് ഇങ്ങനെ മറച്ച് വെച്ചൊക്കെയാണ്, ഇങ്ങനെ അടച്ചിട്ടൊക്കെയാണ്. എന്നിട്ട് ഓല ഫോണിന്ന് ഓല മുഖത്ത് ഇങ്ങനെ, ഫോൺ ഇപ്പോൾ സുഖമാണ്, പണ്ടത്തെ മാതിരിയല്ല. ഫോൺ ഇങ്ങനെ ആക്കി മയ്യത്തിൻ്റെ മുഖത്താക്കിയാൽ തുറക്കുപ്പോൾ. പണ്ട് നമുക്ക് പാസ്വേഡ് കിട്ടണമെങ്കിൽ പണിയായിരുന്നു. ഇപ്പോൾ എല്ലാ ഫോണും ഒരു ഫേസാണ്. അപ്പോൾ ഇങ്ങനെ ആക്കി മയ്യത്തുമാക്കിയാൽ മതി, ഫോൺ തുറക്കും. എന്നിട്ട് വാപ്പാന്ന് അടിച്ചാൽ ഓൻ്റെ വാപ്പാൻ്റെ നമ്പർ വരും, അതിൽ വിളിച്ചാൽ മതി. നിങ്ങളെ വാപ്പ, നിങ്ങളെ മോൻ ഇവിടെ ആക്സിഡൻ്റായി കിടക്കുന്നുണ്ടെന്ന് പറയും. മരിച്ചു എന്ന് വല്ല കിടക്കണമല്ലോ, ആക്സിഡൻ്റായി കിടക്കണമെന്ന് ഞാൻ ബെരി അറിയും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആ വരുന്ന സീനൊന്ന് ആലോചിച്ച് നോക്കി. 2 ആൺകുട്ടികൾ ഇങ്ങനെ, വാപ്പാൻ്റെ 2 ആൺകുട്ടികൾ 23ഉം 25ഉം വയസ്സായ ആൺകുട്ടികളങ്ങനെ വെള്ളത്തുണിയിട്ട് കടത്തിയേക്കാണ് അവിടെ. ആ സീന് കാണിക്കുമ്പം വിങ്ങിപ്പൊട്ടുന്നൊരു ഹൃദയമുണ്ട്. എന്ത് പറഞ്ഞിട്ട് ഞങ്ങൾ സമാധാനിപ്പിക്കുക? എന്തപ്പം നിങ്ങൾ പറയാം? വിശ്വാസിയായ നമുക്ക് പറയാണ്ട് എന്തൊക്കെ പറയാണ്ട് സഹോദരങ്ങളെ. പടച്ചോൻ തിരിച്ചു വിളിച്ചിന്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് പറയാം, വലിയ പ്രതിഫലം ഉണ്ടെന്ന് പറയാം. നിങ്ങൾ ആലോചിച്ച് എന്ത് അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാ പിതാവ് പറഞ്ഞാണ്ടല്ലോ അള്ളാഹ് പറയാണ്. ആ റൂഹിനെങ്ങനെ പിടിച്ചിട്ട് മലക്ക് ആകാശലോകത്തേക്ക് പോകുമ്പം അള്ളാഹു മലക്കിനോട് ചോദിക്കുന്നതാണ്, എൻ്റെ അടിമൻ്റെ കരളിൻ്റെ കഷ്ണത്തിൽ പറിച്ചും കൊണ്ടാണല്ലോ ഈ വരുന്നത്, എൻ്റെ അടിമ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നതാണ്. അപ്പം മലക്ക് പറയും, അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് എൻ്റെ അടിമ പറഞ്ഞെന്ന് പറയുമ്പം അള്ളാഹ്ക്ക് സന്തോഷമാണ്. അള്ളാഹ് എന്ത് പറയുന്നറിയോ? ബന ബൈതം ഫിൽ ജന്ന, ഒരു സ്വർഗത്തിലൊരു പെരണ്ടാക്കി കൊടുക്കുക. സമ്മാഹു ബൈത്തുൽ ഹംദ്, ആ പെരക്ക് ബൈത്തുൽ ഹംദ് എന്ന് പേരിട്ടിട്ട് അത് ഓനൻ രജിസ്റ്റർ ചെയ്ത് കൊടുത്തലാണ്. നമ്മൾ ഈ ജീവിതം മുഴുവൻ ഖുർആൻ ഓതി നോമ്പ് നോറ്റ് ഇങ്ങനെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചത് എന്തിനാണ്? ആ ഒരു സ്വർഗം കിട്ടാനാണ്. ആ സ്വർഗം പടച്ചോൻ തരികയാണ്. എന്തിന്? ഒരു അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ ജീവിതം സാക്ഷാത്കരിക്കപ്പെട്ടു. അതൊരു വിശ്വാസിയോടെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പടച്ചോൻ വലിയ പ്രതിഫലം നൽകുമെന്ന്. വിശ്വാസമില്ലാത്ത ഒരാളോട് എങ്ങനെയാണ് ആളെ സമാധാനിപ്പിക്കുക? എങ്ങനെ സമാധാനിപ്പിക്കുക? പിന്നെ പറയാ, തൗഹീദുള്ള മക്കളാണോ? അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണോ? തൗഹീദുള്ള ശിർക്കില്ലാത്ത മക്കളാണോ? കൂടുതൽ അമലൊന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ തോന്നിയാസങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ശരിയായ തൗഹീദുള്ള മക്കളാണെങ്കിൽ നിങ്ങളുടെ കൺകുളിർമക്ക് വേണ്ടി നിങ്ങളെ മക്കളെ അള്ളാഹു നാളെ സ്വർഗത്തിലാക്കി തരുന്നതാണ്. അതൊക്കെ സമാധാനിക്കാൻ ഇതിനേക്കാൾ വേറെ എന്താ ഉള്ളത്? എൻ്റെ മക്കൾ ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയാൽ നാളെ കുറച്ച് നരകത്ത് കിടന്നാലും നമ്മളെ സമാധാനത്തിന് സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതാണ്. ഖുർആനിലുള്ളതാണ്. സൂറത്ത് തൂറെടുത്ത് ഓതി നോക്കി കാണാം, ആയത്തിൽ കാണാം. മാതാപിതാക്കളുടെ കൺകുളിർമക്ക് വേണ്ടി മക്കളെ സ്വർഗത്തേക്കാക്കി കൊടുക്കുക. എപ്പോൾ? മക്കൾക്ക് തൗഹീദ് വേണം. മക്കൾ ജാറത്ത് പോയി കണ്ട് കുമ്പിടുന്ന ആൾക്കാരാകരുത്, ജാറത്തിനെ തവാഫ് ചെയ്യുന്നവരാകരുത്. അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, കഅബത്ത് പോയി തവാഫ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുള്ളൂ. അതല്ലാതെ ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു തൗഹീദാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത്. ഈ തൗഹീദ് പഠിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടിയാണ് അമ്പിയാക്കന്മാർ ഭൂമിയിലേക്ക് വന്നത്. ആ മാർഗത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ ഈ ജീവിതം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. 2 കൂട്ടർ ഈ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. ഒന്നാരറിയോ? ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ജീവിക്കാതെ പോയവർ, യഹൂദന്മാരെ പോലത്തെ ആളുകൾ. അവർക്കെല്ലാം അറിയാം, പക്ഷേ ഓരതിന് കിട്ടൂല. രണ്ടാമത്തതോ, ഇതൊന്നും പഠിക്കാൻ ശ്രമിക്കാതെ വഴിപിഴച്ചു പോയ ക്രിസ്ത്യാനികളെ പോലെയുള്ള ആളുകൾ. ഈ 2 കൂട്ടരും എന്നെ ചേർക്കല്ലേ എന്ന് പറയുമ്പം മലക്കുകളും മനുഷ്യരും ഒന്നിച്ചാമീൻ പറയുന്നതാണ്. ആമീൻ എന്ന് പറയുമ്പോൾ മലക്കുകളും പറയുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു വലിയ സദസ്സാണ്. ഒരു ഫാത്തിഹ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. മലക്കുകളും മനുഷ്യരും ഈ കുറേ പ്രാർത്ഥന, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് തുടങ്ങിയ പിന്നെ ഫുള്ള് പ്രാർത്ഥനയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ എന്ന് മനുഷ്യരും മലക്കുകളും ഒന്നിച്ച് പറയുമ്പം അള്ളാഹു അർശിൻ്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയും, എൻ്റെ അടിമ ചോദിക്കുന്നത് മുഴുവൻ അവനുണ്ട് എന്ന് പറയുന്നത്.
അങ്ങനെ ഒരു ഫാത്തിഹ അവസാനിക്കുന്നത്. ഇങ്ങനത്തെ 17 മിനിമാണ്. ഇനി 12, 14, 16 റവാത്തിബ് നിസ്കരിച്ച പോലെ എത്ര ഫാത്തിഹ ഓതുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു ഫാത്തിഹയൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പടച്ചോൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് ഓതിയാൽ നമ്മളും പടച്ചോനും തമ്മിൽ എന്തൊരു ബന്ധം ഉണ്ടാവും. നമ്മളും പടച്ചോനും തമ്മിൽ വല്ലാത്തൊരു അടുപ്പമായിരിക്കും, വല്ലാത്തൊരു സ്നേഹമായിരിക്കും. എന്ത് പ്രതിസന്ധി വന്നാലും പിന്നെ ഒരു വിശ്വാസി തളരൂല.